കാവി കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ നിലപാട് രാജ്ഭവനും സർക്കാരും കടുപ്പിക്കുകയാണ്. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഗവർണർ കത്തയക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ തീരുമാനം എടുക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, രാജ്ഭവൻ അത് അവഗണിക്കാനുള്ള നീക്കമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലായിരുന്നു നിശബ്ദത പാലിച്ചത്. എന്നാൽ അതല്ല, ഇതിനെ വളരെ ഗൗരവത്തോടെ രാജ്ഭവൻ കാണുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വരുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ഈ ഭാരതാംബ വിവാദത്തിൽ രാജ്ഭവനും സർക്കാരും ഒരേ നിലപാട് ആവർത്തിക്കുകയാണ്. അതായത് ഭാരതാംബ ചിത്രം മാറ്റില്ല എന്നും തുടർന്നുള്ള എല്ലാ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കുമെന്നതാണ് രാജ്ഭവന്റെ നിലപാട്. പക്ഷേ അത്തരത്തിലൊരു ചിത്രം വച്ചാൽ ഇനി ഒരു പരിപാടിയിലും സഹകരിക്കില്ല എന്ന് സർക്കാരും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അത്രത്തോളം രൂക്ഷമായിരിക്കുന്നത്. അതിനു പുറമെ ഈ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരവും കടമയും പാഠ്യ വിഷയമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുൾപ്പെടെ ഗവർണറെ ചൊടിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇക്കാര്യം അറിയിച്ച സർക്കാരിന് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒരുപക്ഷെ ഗവർണർ അതൃപ്തി അറിയിച്ചുകൊണ്ട് കത്ത് നൽകാനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ രാജ്ഭവനിൽ നിന്ന് ഒരു നടപടി ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ഗവർണറുടെ നിലപാടിനെതിരെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന് സർക്കാർ വൃത്തങ്ങളും ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും ഗവർണർക്കെതിരെ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സർക്കാരും ഒരു തീരുമാനത്തിൽ എത്തുന്നത്. നിലവിൽ ഈ കോൺഗ്രസ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തെഴുതണമെന്നതാണ്. പക്ഷേ അത്തരത്തിലൊരു നീക്കം ഇതുവരെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് പ്രതിപക്ഷം വലിയ വിമർശന വിധേയമാക്കുന്നത്. പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾക്കൊക്കെ തന്നെ CPM പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോര് ഉടനെ ഒന്നും തന്നെ തീരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിരവധി ബില്ലുകൾ ഇപ്പോഴും ഗവർണറുടെ പരിഗണനയിലാണ്. സർവകലാശാല ഭേദഗതി ബില്ലിൽ ഉൾപ്പെടെ ഒപ്പുവയ്ക്കാതെ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പോർമുഖം ഇങ്ങനെ തുടർന്നാൽ അത് സർക്കാരിന്റെ ഭരണ പ്രതിസന്ധിയെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്ര നീട്ടിക്കൊണ്ട് പോകുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്തായാലും നിലവിൽ രാജ്ഭവൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വരുന്ന പരിപാടികളിലൊക്കെ തന്നെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കും, പുഷ്പാർച്ചന നടത്തുമെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു പരിപാടി നടത്തിയാൽ ഒരു തരത്തിലും ആ പരിപാടിയോട് സഹകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോഴും സർക്കാരിനുമുള്ളത്. ഓക്കെ.